തിരുവനന്തപുരം നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ഈ നവരാത്രിക്ക് മലയാളി വാർത്താ പ്രേക്ഷകർക്കായി ഞങ്ങൾ ഒരു വിസ്മയമാണ് ഒരുക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ബൊമ്മകൊല്ലു. ബൊമ്മകൊല്ലു എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്ന്. നവരാത്രി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബൊമ്മകൊല്ലു എന്ന് പറയുന്നത്. അപ്പോൾ ബൊമ്മകൊല്ലുവിന്റെ ഒരു $7000 എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാവരും ഞെട്ടിക്കാണും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളും കുറച്ച് കാഴ്ചകളുമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ആ ഒരു കാഴ്ചകളിലേക്ക് പോകാം. ബൊമ്മകൊല്ലു, നവരാത്രി, ഇതെല്ലാം ഇപ്പൊ ഞാൻ പറഞ്ഞു. പക്ഷെ അതെന്താണ് എന്നറിയട്ടെ. നവരാത്രിയും അതുപോലെ ബൊമ്മകൊല്ലും അതിന്റെ വിശേഷങ്ങളും അല്ലെങ്കിൽ അത് എന്താണ് എന്നറിയാൻ നമുക്ക് എന്തായാലും പ്രേക്ഷകർക്ക് ആകാംക്ഷയുണ്ടാവും. നമസ്കാരം ചേട്ടാ. അപ്പൊ ചേട്ടനെ കുറിച്ചാണ് ഇത്രയും നേരം പറഞ്ഞു തന്നത്. $7000 അല്ലെ, പല രീതിയിലുള്ള ഡോൾസ്. അപ്പൊ ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താമോ? നമസ്തേ, ഞാൻ കുട്ടു വീരശൈവ. ഇതെന്റെ വീട്ടിലെ നവരാത്രി ബൊമ്മക്കൊലുവാണ്. തിരുവനന്തപുരം പേട്ട കവറടി ജംഗ്ഷനില് മേലാങ്കോട് ഇശക്കിയമ്മൻ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത വീടാണ് ശക്തികൃപ എന്നുള്ളത്. ഇതെന്റെ വീട്ടില് പാരമ്പര്യമായിട്ട് നമ്മളൊരു 3-4 തലമുറയായിട്ട് വെച്ച് പാരമ്പര്യമുള്ള ഒരു ബൊമ്മക്കൊലുവാണ്. അതിലേറെക്കോ കുറച്ച് മാത്രമേ പഴയ വീടുകളിലുണ്ടായിരുന്നു, നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെതായിട്ടുള്ള ഒരു സമ്പാദ്യം പോലെയാണ് ഈ ഒരു കളക്ഷനാണ്. എനിക്ക് കളക്ഷനിൽ ഓരോരുത്തർക്കും ഓരോ കളക്ഷൻ ഉണ്ടാവുമല്ലോ. അതിൽ ബൊമ്മക്കൊലുവിലോട്ട് എനിക്ക് ഇങ്ങനെയുള്ളതൊക്കെ താല്പര്യമായിരുന്നു. അങ്ങനെ ഈ കരകൗശല വസ്തുക്കളായിരുന്നാലും ഇങ്ങനെ കൗതുകമുള്ളത് എന്തും ഇങ്ങനെ ഞാൻ സൂക്ഷിക്കുന്ന ഒരു ശൈലി എനിക്ക് കുഞ്ഞു നാള് മുതലേ ഉണ്ടായിരുന്നു. അല്ല, സെയിലല്ല, ഇത് ഇതെല്ലാം എന്റെ വീട്ടില് ഞാൻ മേടിച്ച് സൂക്ഷിക്കുന്നതാണ്. എന്റെ ഒരു കളക്ഷൻ. എന്റെ ഒരു 10 വയസ്സ് മുതൽ ഞാൻ ഗൊലു ഒറ്റയ്ക്ക് വെക്കാൻ തുടങ്ങിയതാണ്. അതില് കുറച്ച് ഒരു 10-50 ഗൊലു ബൊമ്മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓരോ വർഷ കാലയളവിലും ഓരോ യാത്രകളിൽ നിന്നുള്ള കളക്ഷൻസ് ആണ് ഇതെല്ലാം. അങ്ങനെ ഇപ്പൊ 7400 ബൊമ്മകൾ നിലവിലുണ്ട്. അതില് പിത്തളയായിട്ടുള്ള ബ്രാസിലുള്ള ഗൊലുവും ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഈ ബൊമ്മക്കൊലുവില് ഏറ്റവും പ്രാധാന്യമായിട്ടും ഒരു ചെട്ടനാട് ഫാമിലിക്ക്, തമിഴ് ഫാമിലിക്ക് പ്രാധാന്യമായിട്ടുള്ളതാണ് ഈ ഒരു മരപ്പാച്ചി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ രക്തചന്ദനത്തിൽ ചെയ്ത തീർത്ത ഒരു വിഗ്രഹമാണ്. അതിൽ ആൺപെണ്ണായിട്ട് വരും. ആൺപെണ്ണ്, അതുപോലെ തന്നെ കുട്ടികൾ ഒക്കെ ആയിട്ട് ഇത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന, ഒരു ഫാമിലിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന വിധമാണ് ഈ ഒരു ഇത് എത്ര തലമുറയായി ഇത്ര തലമുറയെന്ന് എടുത്തു പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ഒരു ചെട്ടനാട് സ്റ്റൈലാണ് അത്. അങ്ങനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ഈ ഓരോ ഓരോ സ്റ്റെപ്പിനും ഓരോ പ്രത്യേകതകളുണ്ട്, ഓരോ ടൈപ്പ് ഓഫ് ബൊമ്മകളാണ്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് വിശദീകരിച്ച് തരാമോ? ഈ ശക്തികൃപയിലെ വിഗ്രഹങ്ങൾക്കുള്ള, ഈ ബൊമ്മകൾക്കുള്ള പ്രത്യേകത എന്ന് വെച്ചിരുന്നാല് എല്ലാം യുണീക്കാണ്. ഒരുപോലെ ഉള്ള വിഗ്രഹങ്ങളില്ല. പിന്നെ ഇതിൽ ഓരോ ദേവീ ദേവന്മാരുടേതാണ് ആദ്യകാല നമുക്ക് നമ്മുടെ തറവാട്ടിലുണ്ടായിരുന്ന പാരമ്പര്യമായിട്ടുള്ള പഴമയായിട്ടുള്ള വിഗ്രഹങ്ങളാണ് മേൾപടിയിൽ വെച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷമാണ് അതിൽ അഷ്ടവാരാഹി, ഇതില് അഷ്ടമാരി, നവദുർഗ, അതുപോലെ 4 വേദങ്ങൾ, അഷ്ടദിക്പാലകർ, അങ്ങനെയുള്ള എല്ലാ വിഗ്രഹങ്ങളും, അഷ്ടലക്ഷ്മി, ദശാവതാരം, എല്ലാം ഈ ദശാവതാരം അഷ്ടലക്ഷ്മിയൊക്കെ ഒരു ബൊമ്മക്കൊലുവിന് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളതാണ്. ആദ്യത്തെ പടിയിൽ, മേൾപടിയിലൊക്കെ ദേവി ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ വെക്കണം എന്നാണ് ആചാരം. നമുക്ക് 9 പടി വരെ നമുക്ക് വെക്കാം. 9 പടിയാണ് സാധാരണയായി വീടുകളിൽ വെച്ച് ട്ടുള്ള ഒരു പാരമ്പര്യമുള്ളത്. പക്ഷെ എൻ്റെ ഒരു ബൊമ്മക്കൊലുവിന്റെ കളക്ഷൻസ് അധികമാവും തോറും തട്ടുകൾ കൂടിക്കൊണ്ടിരുന്നു. തട്ടുകളായി ഇവിടെ ഒരു തട്ട് തികയാതായപ്പോ പിന്നെ വീടിന്റെ എൻട്രൻസ് തൊട്ട് വെച്ച് തുടങ്ങി. എൻട്രൻസ് മുതലാണ്. അതെ. അപ്പൊ നമുക്ക് എൻട്രൻസിലേക്ക് തന്നെ ആദ്യം പോവാം. ഇപ്പൊ ചേട്ടാ, ഇപ്പൊ ആ ഒരു എൻട്രൻസ് ഇപ്പൊ ഒട്ടും സ്ഥലമില്ലാഞ്ഞിട്ടാണ് 7000 നിർത്തിയത്. അതെ, 7000 നിർത്തിയതാണ്. 400-500 മാറ്റി വെച്ചേക്കുവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു എൻട്രി എന്ന് പറയുന്നത്. ഇവിടുന്ന് തുടങ്ങാം. ഇത് നമ്മുടെ ഈ വർഷം ഓരോ വർഷം ഇത് നമ്മുടെ നവരാത്രി മണ്ഡപം എന്നുള്ളതിൽ നമ്മുടെ വീടിന്റെ സ്ട്രക്ചർ തന്നെ പഴയ കാലത്തെ ഒരു സ്ട്രക്ചറിലാണ് ചെയ്തേക്കുന്നത്. അതിൽ ഓരോ വർഷം ഇവിടെ തീം വ്യത്യാസമായിരിക്കും. അപ്പൊ ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം നമ്മൾ ഊഞ്ഞാലിലായിരുന്നു ദേവി. ഇപ്രാവശ്യം നമ്മുടെ ഹൈന്ദവരിൽ തന്നെ നമ്മുടെ എഡ്യൂക്കേഷനിൽ ഒരു പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതിൽ ദേവി എഴുത്തോല, അതുപോലെ എഴുത്താണി വെച്ചിട്ട് നമ്മൾ എഴുതുന്ന ആ ഒരു ഭാവത്തിൽ ഗണപതിയെ പഠിപ്പിക്കുന്ന രീതിയിലാണ്. അതുപോലെ ആർട്ട് വളർത്തണം എന്നുള്ളതിൽ ആഞ്ജനേയൻ വീണ മീട്ടുന്നത് ഒരു ഇതാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ പുരാണങ്ങളെല്ലാം, ഹാലാസ്യമാത്മ്യം, തിരുക്കുറൽ, തിരുവാസകം, രാമായണം, മഹാഭാരതം, അതെല്ലാം ബുക്സ് ആയിട്ട് അതൊരു എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ
വച്ചിട്ടുണ്ട്. പിന്നെ പരാഗണം എന്നുള്ള രീതിയിൽ സാധാരണ ഈ ഗൊലുവില് ഈ മനുഷ്യ കല്യാണത്തിന്റെ ഒരു സീൻസ് നമ്മൾ വെക്കാറുണ്ടായിരുന്നു. ഇത് വെജിറ്റബിൾസിന്റെ കല്യാണമാണ്. അത് പരാഗണം എന്നുള്ള ഒരു ഇത് പരാഗണം എന്നുള്ള ആ ഒരു സങ്കല്പമാണ്, ആ ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു വെജിറ്റബിൾസിന്റെ കല്യാണം എന്നുള്ളത്. യുണീക്ക് ആയിരിക്കണം, എല്ലാ വീടുകളിലും വെക്കണതിനെക്കാട്ടും കുറച്ച് വ്യത്യാസമായിരിക്കണം. അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും ഞാൻ കൂടുതലും കളക്ട് ചെയ്യാറ്. അപ്പൊ അങ്ങനെ ഈ കഴിഞ്ഞ വർഷം വെച്ചതിൽ മനുഷ്യ കല്യാണം ഈ വർഷം കസ്റ്റമൈസ് ചെയ്തതാണ്. തീം കൊണ്ടുവരാം എന്ന് വെച്ചാൽ ആവർത്തന വിരസത എന്നുള്ളത് നമുക്ക് മനുഷ്യർക്ക് വരാൻ പാടില്ല, കാഴ്ചക്കാർക്ക് വരാൻ പാടില്ല, ഭക്തജനങ്ങൾക്ക് വരാൻ പാടില്ല എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതുപോലെ നമുക്കും ഉണ്ടാവാൻ പാടില്ല. നമുക്ക് എന്നെ സമയത്ത് എല്ലാ വർഷവും വെക്കുന്ന എന്നല്ല എന്നുള്ളത്. പക്ഷെ എല്ലാ വർഷവും എനിക്ക് ഞാൻ നിത്യേന പഴമയായിട്ടുള്ള വിഗ്രഹങ്ങൾ വെച്ചിരുന്നാലും പഴമയിലും എനിക്ക് പുതുമയാണ് ഓരോ വർഷം. ഈ വീട്ടിലെ ഏറ്റവും വലിയ വിഗ്രഹം എന്നുള്ളത് നമ്മുടെ കുടുംബ തേവാരമാണ്. പേട്ട മേലാങ്കോട് ഇശക്കിയമ്മൻ കോവില്, ചെമ്പകവലിയമ്മൻ, നീലാപിള്ളി നീലിയമ്മൻ, മുപ്പന്തൽ ശക്തി ശ്രീ വേപ്പിലൈ മാരിയമ്മൻ. ഇത് 3 പേരാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ വിഗ്രഹങ്ങൾ. ഇത് നമ്മുടെ കുടുംബ തേവാരമാണ്. നിത്യപൂജയായിട്ട് നമ്മൾ വീട്ടിലെ പൂജാമുറിയാണ്. ഇവിടെ ഓരോ ദിവസം ഓരോ അലങ്കാരമായിരിക്കും. ആ അലങ്കാരം ഇതൊക്കെ ഇവിടുത്തെ അലങ്കാരത്തിൽ ചെയ്താണ് എൻ്റെ തുടക്കം തന്നെ. ഈ ഒരു അലങ്കാരം എനിക്ക് പ്രൊഫഷൻ ആവാൻ തന്നെ ഇവിടെ നിന്നാണ്. എനിക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഇവിടെ നിന്നും തുടങ്ങിയതാണ്. അതിൽ നിന്നുള്ളതൊക്കെയാണ് ഈ കാണുന്നതെല്ലാം. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഇതാണല്ലോ, അപ്പൊ ഇവിടെ ഒരു 9 ദിവസത്തെ പൂജയാണെങ്കിൽ എപ്പോ മുതൽ സ്റ്റാർട്ട് ചെയ്യും? ഇത് കാണാൻ വേണ്ടി ആൾക്കാർ വരുന്ന അത് പറഞ്ഞത് നവരാത്രി ഈ 2025 നമുക്ക് ഇവിടെ തിരുവനന്തപുരത്തുകാർക്ക് വെള്ളിക്കുതിര വരുന്നതാണ്. നമുക്ക് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൂജ വെക്കുന്നതും ആര്യശാലയിൽ കുതിര വരുന്നതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രാധാന്യമായിട്ട് വരുന്നത്. അപ്പോൾ 22-ാം തീയതിയാണ് ഈ വർഷം സെപ്റ്റംബർ 22-ാം തീയതിയാണ് വെള്ളിക്കുതിരയൊക്കെ വന്നത്. നവരാത്രി വിഗ്രഹഘോഷയാത്ര വന്നത് 23-ാം തീയതി മുതലാണ് നമ്മളിവിടെ നവരാത്രി ആഘോഷങ്ങൾ തിരുവനന്തപുരത്ത് തുടങ്ങിയത്. ഈ സെപ്റ്റംബർ 23 മുതൽ 9 ദിവസം നവരാത്രി എന്നുള്ളത് 10 പകലും 9 രാത്രികളും കൂടിയിട്ടുള്ളതാണ്. ഈ നവരാത്രിയിൽ ഒക്ടോബർ 2 വരെ, വിജയദശമി ദിവസം വരെയും ശക്തികൃപയിലെ ബൊമ്മക്കുലു കാണാനായിട്ട് എല്ലാ സന്ദർശകർക്കും വരാവുന്നതാണ്. രാവിലെ 6 മുതൽ നൈറ്റ് ഒരു 12-1 മണി വരെയും എല്ലാവർക്കും വന്ന് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. അതിൽ ഇന്നവർക്ക് എല്ലാവർക്കും വരാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നാൽ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അതൊന്നുമില്ല. ഒരു സർവ്വമതവും എല്ലാം അക്സെപ്റ്റബിൾ ആണ് നമ്മളെല്ലാവരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവിടെ എല്ലാം വെച്ചിട്ടുള്ളത്. എല്ലാവരും വരാം, എത്ര പേർക്ക് വേണമെങ്കിലും വന്ന് കാണാം. അത് ഒരു ദിവസം മാത്രമേ വരാൻ പാടില്ല. നിത്യേന വന്ന് കാണാൻ അവർക്കൊരു സന്തോഷം കിട്ടണമെങ്കിൽ കിട്ടട്ടെ. അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും വന്ന് കാണാമെങ്കിലും നമുക്ക് സന്തോഷമാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ സ്വന്തം പാഷന് വേണ്ടിയിട്ട് ഇത്രയും ഒരു ദൃശ്യവിസ്മയം ജനങ്ങൾക്കായാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഈ നവരാത്രിക്ക് എല്ലാവരും വന്ന് ഈ ഒരു ദൃശ്യവിസ്മയം ആസ്വദിക്കണം എന്ന് തന്നെ പറയുന്നു. ക്യാമറമാൻ അശ്വിനൊപ്പം വിസ്മയ വെങ്കടേഷ്.